അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തമായി വരികയാണ്. അതായത് വയനാടിൽ ഇത്രയധികം ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, വലിയ ദുരന്തമുണ്ടായതിനു ശേഷം അവിടെ അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ നടത്താതിരുന്നതിന്റെ പ്രധാന കാരണം അതിൽ നിന്ന്, അതായത് വന്ന ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ഫണ്ടിൽ നിന്നോ ഒക്കെ എത്ര രൂപ അടിച്ചു മാറ്റാം അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാർക്ക് കൊടുത്തുകൊണ്ട് എത്ര കോടി രൂപ കമ്മീഷൻ പറ്റാം എന്നതിലേക്ക് മാത്രമാണെന്ന് വളരെ വ്യക്തമായി തെളിവ് വന്നേക്കാണ് ഇപ്പോൾ. അതായത് വയനാടിൽ ഒരു വീട് പോലും അവിടെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ചെലവഴിച്ച് വീട് വെക്കേണ്ടതില്ല. സത്യത്തിൽ 150 കോടി രൂപ ഉണ്ടെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും ഭവന നിർമ്മാണ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇനി അതും വേണ്ട, 1 രൂപ പോലും സർക്കാർ ചെലവഴിക്കേണ്ട. സന്നദ്ധ സംഘടനകൾ, HRDS അടക്കമുള്ള സംഘടനകളുണ്ട്, അവർ ചെയ്തോളും. വാങ്ങുന്നതിന് ആരും ബുദ്ധിമുട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതസംഘടനയാണോ എന്തിനാണ് നോക്കേണ്ട ആവശ്യം? അതൊന്നും ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സംഘടനകളല്ല. നിരോധിക്കപ്പെട്ട സംഘടനകളാണ് ഒരു പക്ഷെ അത്തരത്തിൽ വാഗ്ദാനം കൊണ്ടുവരുന്നതെങ്കിൽ നമുക്ക് തടയാം. പക്ഷെ അത്തരത്തിൽ ഒരു സംവിധാനം വരുമ്പോൾ അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് കർണാടക സർക്കാർ തരാമെന്ന് പറഞ്ഞ വീട് അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഇവിടുത്തെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ തരാമെന്ന് പറഞ്ഞ വീടുകൾ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തിന് 100 വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അതുപോലെ 100 വീടുകൾ മറ്റു പലരും വെച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത്തരം വീടുകളെല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ നിലവിൽ 1000-ലധികം വീടുകളുണ്ട്. ആ 1000-ലധികം വീടുകൾ വെക്കാൻ വേണ്ടി ആവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കുക അല്ലെങ്കിൽ ആ സ്ഥലത്തിനുള്ള പണം കൊടുക്കുക. വെറും ഒരു 15 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവർ ഇഷ്ടമുള്ള സ്ഥലത്ത് വീട് വെച്ചോളും, ഇഷ്ടമുള്ള സ്ഥലത്ത് കൈകാര്യം ചെയ്തോളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. വേണ്ട, മന്ത്രിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഗ്രഹപ്രകാരം ഒരു ടൗൺഷിപ്പായി തന്നെ അത് വേണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ടൗൺഷിപ്പ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചു കൊടുക്കേണ്ട വീട് അതത് ആരാണോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവർക്കത് വെച്ചു കൊടുക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ മതി, അല്ലെങ്കിൽ അനുമതി കൊടുത്താൽ മതി, അവർ തന്നെ ചെയ്തോളും. ഇപ്പോ അവരുടെ വീടുകളെ വേണ്ട, അതായത് ഇത്തരത്തിൽ ആരൊക്കെ വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ ആ വീടുകളെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ 750 കോടി രൂപ ഈ ടൗൺഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഊരാളുങ്കലിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഇതുവരെ ഈ 5 മാസം ഇതിട്ട് വലിച്ചടിച്ചത് എന്ന് മനസ്സിലാക്കുകയാണ്. അതായത് വയനാടിന് കിട്ടിയ പണം മുഴുവൻ ഏതാണ്ട് 800 കോടി രൂപയാണ് വയനാടിന് വേണ്ടി ഞാനും നിങ്ങളും അടങ്ങുന്ന സാധാരണക്കാർ വെച്ചു കൊടുത്തിട്ടുള്ളത്. ആ വയനാടിനെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിന്മേൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടുകൊടുത്തത്. അതിൽ നിന്ന് 750 കോടിയും ഊരാളുങ്കലിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് വീട് വെച്ചു കൊടുക്കുക നമുക്കറിയാലോ. എന്തിനാണ് അങ്ങനെ വീട് വെക്കേണ്ട ആവശ്യം? എന്തിനാണ് ഊരാളുങ്കലിന് ഈ പദ്ധതി കൊടുക്കേണ്ട ആവശ്യം? അത്തരത്തിലുള്ള സംവിധാനം തന്നെ ഇവിടെ ആവശ്യമില്ലല്ലോ. കാരണം വീടുകളെല്ലാം സ്പോൺസേഡ് എല്ലാവരും ചെയ്തു കൊടുക്കാം. അതായത് ആർക്കൊക്കെ എങ്ങനെയുള്ള വീട് വേണമോ ആ രീതിയിലുള്ള വീടുകൾ അവരവരുടെ ആളിന്റെ എണ്ണം അനുസരിച്ച് അവരുടെ സൗകര്യം അനുസരിച്ചുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ ഇവിടെ സന്നദ്ധ സംഘടനകൾ ഒരുക്കമാണെന്നിരിക്കെ അതൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഈ വയനാടിന്റെ പുനരധിവാസ പ്രവർത്തനത്തിന് സർക്കാരിലേക്ക് ജനങ്ങൾ കൊടുത്തിട്ടുള്ള ദുരിതാശ്വാസത്തിലേക്ക് കൊടുത്തിട്ടുള്ള ഈ പണമെടുത്ത് ചെലവഴിക്കുമ്പോൾ സർക്കാരിന്റെ ഉദ്ദേശം ചോദിച്ചപ്പെടേണ്ടതാണ്. അത് മറ്റാരും ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിലും മലയാളികൾ ചോദ്യം ചെയ്യണം, വയനാട്ടിലുള്ളവർ ചോദ്യം ചെയ്യണം. അതിൽ പ്രതിഷേധം വരണം, എതിർപ്പ് വരണം. ഇങ്ങനെ പിരിച്ചു കൊടുത്ത പണം ഊരാളുങ്കൽ കൊണ്ട് പുട്ടടിക്കാനും അതിൽ നിന്ന് കോടികൾ ഈ പറയുന്ന നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്തത്. ഏതാനും കോടികൾ കൊണ്ട് അവിടെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ അതിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഇവിടെ സ്പോൺസേഴ്സ് ഉണ്ടെന്ന നിലയ്ക്ക് അത്രയധികം കോടികൾ മറ്റു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കോ ഇനി ഒരു പക്ഷേ ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിപ്പോയാൽ അതിലേക്ക് വേണ്ടിയോ എടുത്ത് ചെലവഴിക്കാം എന്നിരിക്കെ എന്തിനാണ് ഊരാളുങ്കലിന് ഈ കോടികൾ കൊണ്ട് കൊടുക്കുന്നത്? എന്തേ ആരും ഒന്നും മിണ്ടാത്തത്? ഊരാളുങ്കലിന് 750 കോടി രൂപയ്ക്ക് 2 ടൗൺഷിപ്പുകളും ചെയ്യാൻ വേണ്ടി തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. അപ്പോ എന്തായാലും കിട്ടിയ 800 കോടിയിൽ 750 കോടി രൂപ അങ്ങോട്ട് പോകുമെന്ന് ഉറപ്പായി. അപ്പോ കർണാടക സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞ വീടും മുസ്ലിം ലീഗിന്റെ വീടും അതുപോലെ മറ്റുള്ളവരുടെ വീടും ഇവരെ ആടെ വീടുകളൊന്നും വേണ്ടേ? എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്? സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാരുകൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഉണ്ടാക്കി കൊടുത്താൽ, വീട് ഉണ്ടാക്കി കൊടുത്താൽ ആ വീടിന്മേലുള്ള കമ്മീഷൻ അടിച്ചു മാറ്റാൻ ഈ സർക്കാരിനോ അല്ലെങ്കിൽ അതിന്റെ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ MLA-മാർക്കോ നേതാക്കന്മാർക്കോ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ ഈ ദുരിതത്തെ അല്ലെങ്കിൽ ദുരന്തത്തെ കച്ചവടമാക്കാൻ കഴിയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ദുരിതവും ബിസിനസ്സാണ്. അതായത് അവർക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടണം. വയനാട്ടിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായാലും 100 കണക്കിന് ആൾക്കാർ മരണമടഞ്ഞാലും ഇനി എത്ര വീടുകൾ അവിടെ പൊളിഞ്ഞു വീണാലും റോഡുകൾ എത്ര തകർന്നാലും എത്ര പാലങ്ങൾ ഒഴുകിപ്പോയാലും അതിനൊക്കെ നമുക്ക് കമ്മീഷൻ കിട്ടണം എന്നതാണ് ഇവിടെ അവസ്ഥ. വേലി പാലത്തിന്റെ അടിയിൽ കല്ലിടുന്നതിന് 1 കോടി രൂപ വകയിരുത്ത സർക്കാരാണത്. അവിടെ എത്ര കല്ലുണ്ടെന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും.
ഒക്കെ എസ്റ്റിമേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ അന്ന് കുറെ കണക്കുകൾ ഉണ്ടാക്കി അവസാനം അത് വിവാദമായപ്പോൾ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ അതേ സർക്കാർ തന്നെയാണ് ഇന്ന് ഇത്രയധികം സൗകര്യങ്ങൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട്, അതായത് നല്ല ഗുണമേന്മയുള്ള ഉറപ്പുള്ള ചോരാത്ത വെയിലും മഴയും മറ്റ് വെക്കാതെ കിടക്കാൻ കഴിയുന്ന നല്ല രീതിയിലുള്ള വീട്, പുത്തുമലയിലും കവളപ്പാറയിലും സർക്കാർ വെച്ച വീടല്ല, അതിനേക്കാളും അപ്പുറം നല്ല അന്തസ്സായി ഓരോ കുടുംബത്തിനും കഴിയാവുന്ന വീട്, ആ വീടുകളെല്ലാം മറ്റുള്ളവർ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം വേണ്ടാന്ന് വെച്ചുകൊണ്ട് പിരിച്ച പണം ഊരാളുങ്കലിന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നത് കോടികൾ കോഴ വാങ്ങാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? നമ്മുടെ സംസ്ഥാനം നശിച്ചാലും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ചത്തൊടുങ്ങിയാലും അവരെങ്ങനെ നരകിച്ചു കഴിഞ്ഞാലും നമുക്ക് കമ്മീഷൻ മതി എന്നുള്ള നിലപാടിന് ചോദ്യം ചെയ്യാൻ ഇവിടെ ആളുണ്ടോ? സത്യത്തിൽ 140 MLA-മാരുണ്ട് ഇവിടെ. എല്ലാവരും LDF-കാരൊന്നുമല്ല. എഴുന്നേറ്റ് ചെന്ന് നട്ടലോടെ പറയണം, ഇതിവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല, സ്ഥലം മര്യാദയ്ക്ക് സ്ഥലം എടുക്കാനുള്ള പൈസ കൊടുക്കുക, അല്ലെങ്കിൽ സ്ഥലം എടുത്തു കൊടുക്കുക, അത് ചെയ്താൽ മതി, ഇവിടെ ഈ പരിപാടി വേണ്ട എന്ന് പറയാൻ എന്തേ അവർ മടിക്കുന്നു? അവർക്ക് കമ്മീഷൻ കിട്ടിയിട്ടാണ്. ഊരാളുകളുടെ പോക്കറ്റിലേക്ക്, അക്കൗണ്ടിലേക്ക് 750 കോടി രൂപ കൊടുക്കുമെന്നും അതിൽ ബഹുഭൂരിപക്ഷവും അതിന്റെ കോഴയായി കമ്മീഷനായി ഈ സർക്കാർ അല്ലെങ്കിൽ നേതാക്കൾ അടിച്ചു മാറ്റുമെന്നും, പുത്തുമലയിലും കവളപ്പാറയിലും എങ്ങനെയാണോ വീട് പണിഞ്ഞിട്ടുള്ളത് അതുപോലെ ചോർന്നൊലിക്കുന്ന വീടുകളായിരിക്കും ഇവർക്ക് ലഭിക്കുക എന്നും, ഈ വയനാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും നിത്യദുരിതവും, അതായത് ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ 4-5 മാസം വീടില്ലാതെ അവർ നരകിച്ചുവെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ വീടുള്ളത് കൊണ്ട് നരകിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ 750 കോടി രൂപ ഊരാളുങ്ങളുടെ പെരടിക്ക് കൊണ്ട് വെച്ചു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇവിടെ സ്ഥലത്തിന് കേവലം 150 കോടിക്ക് താഴെ മതി. അതുകൊണ്ട് അവർ സ്ഥലം എടുക്കുമല്ലോ. ഹാരിസൺ പ്ലാന്റേഷന്റെ സർക്കാർ ഭൂമിയാണല്ലോ, പാട്ടക്കാലാവധി കഴിഞ്ഞ് കിടക്കുന്ന ഭൂമിയാണ്. അത് കേസിനോ വഴക്കിനോ പോകേണ്ട ഒരു ആവശ്യവുമില്ല. അത് എവിടെയാണോ അവിടെ സ്ഥലം അളന്ന് തിരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇതിന് അർഹതപ്പെട്ടവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി, അവർ വീട് വെക്കട്ടെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ വീതം കൊടുക്കട്ടെ, അവരെവിടെയെന്ന് വെച്ചാൽ പോയി താമസിക്കട്ടെ. വീട് വെച്ചു കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാണ് എന്നിരിക്കെ, രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ ഉണ്ട് എന്നിരിക്കെ, ആ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി 100-600 കോടി രൂപ നമുക്ക് കിട്ടുമ്പോൾ ആ 600-650 കോടി രൂപ അത്തരം ആവശ്യങ്ങൾക്ക് കൊണ്ട് വിനിയോഗിക്കാനോ, ഇനി അതല്ല വയനാടിന് കിട്ടിയ ഫണ്ടായതുകൊണ്ട് ഭാവിയിൽ വയനാടിന് മറ്റെന്തെങ്കിലും ദുരന്തങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് എടുത്ത് പ്രയോഗിക്കാനുള്ള കരുതൽ ഫണ്ടായി സൂക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം ആ പണം എടുത്ത് ഊരാളുകളിന് കൊടുത്ത് അതിന്റെ കമ്മീഷൻ വാങ്ങി പുട്ടടിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ശ്രമത്തെ ഭരണമെന്ന് വിളിക്കാൻ പറ്റില്ല, കൊള്ളയെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. അപ്പൊ കൊള്ളയടിക്കാൻ വേണ്ടി വയനാടിന്റെ പേരിൽ, ഈ ദുരന്തത്തിന്റെ പേരിൽ അവരനുഭവിച്ച കഷ്ടപ്പാടിന്റെയും അതുപോലെ ജീവനഷ്ടത്തിന്റെയും ഒക്കെ പേരിൽ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 5 മാസക്കാലം ഇത്രയും വൈകിച്ചത് എന്ന് മനസ്സിലാക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. Different angles. Don't forget to subscribe and support this channel.